രാഹുൽ ത്രികോണ മത്സരമാണോ? രാഹുൽ ഇപ്പോൾ അവസാന വിലയിൽ ത്രികോണ മത്സരമായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ ത്രികോണ മത്സരമാകേണ്ടുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ചിരിക്കുകയാണ്. രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ഒറ്റ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ത്രികോണ മത്സരം ഇവിടെ കൃത്യമായി UDF-ഉം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും തമ്മിലാണ് മത്സരം. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിക്ക് താമരചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളൊക്കെ ഉണ്ടല്ലോ സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട്, അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമോ? പത്രമൊക്കെ വളരെ ഗുണപരമായി സ്വാധീനിക്കും. കാരണം ഈ ജനത്തെ കളിയാക്കാൻ പോയാൽ അല്ലേ, ജനങ്ങളെ കളിയാക്കാൻ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചടിക്കും. അത് സ്വാഭാവികതയാണ്. കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കുമെന്നാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ശ്രീ സന്ദീപ് വാര്യർ അല്ലല്ല, ശ്രീ സന്ദീപ് വാര്യരുടെ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പം സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ മുൻ നിലപാടുകളെല്ലാം തിരുത്തിയിട്ട് അദ്ദേഹം വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം RSSൻ്റെ ഒരു വോട്ട് കുറഞ്ഞല്ലോ, ബാക്കി അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഇല്ലെന്നാണല്ലോ ഇപ്പം BJP പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. CPM അത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു സ്വാധീനം ഇല്ലെന്ന് മനസ്സിലാക്കി. ഒരു വോട്ടുണ്ടല്ലോ, ഒരു വോട്ടില്ലേ, സന്ദീപിൻ്റെ ഒരു വോട്ടില്ലേ, ആ ഒരു വോട്ട് RSSൻ്റെ കുറഞ്ഞില്ലേ? അപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്ക് ആ സന്തോഷമാണ്.